ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തു തൻ്റെ പീഡാനുഭവത്തെപ്പറ്റി വീണ്ടും പ്രവചിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അത് ഗ്രഹിക്കാനുള്ള പ്രാപ്തിയില്ലാതിരുന്ന ശിഷ്യന്മാർക്ക് ക്രിസ്തു പറഞ്ഞതിൻ്റെ ആഴവും പൊരുളും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതിന് മുൻപുള്ള സുവിശേഷ ഭാഗത്ത് അശുദ്ധാത്മാവ് ബാധിച്ച ബാലനെ സുഖപ്പെടുത്താൻ കഴിയാതെ പോയ ശിഷ്യഗണം തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന വിഷയത്തിൽ വഴിയിൽ വച്ച് തന്നെ വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നതായി നാം കാണുന്നു. അവർക്കിടയിൽ തർക്കമുണ്ടായി എന്ന് മനസ്സിലാക്കിയ ക്രിസ്തു അവരോട് ചെറുതാകലിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. ശിശുക്കളെപ്പോലെ ആകുവാനാണ് ക്രിസ്തു പറയുന്നത്. സാരോപദേശം ഇത്രമാത്രം: എളിമപ്പെടുക എന്നും ചെറുതാകുക എന്നും. കാരണം ഗ്രീക്ക് സംസ്കാരങ്ങളിലും യഹൂദ കാഴ്ചപ്പാടിലും ശിശു എന്നത് നിസ്സാരതയുടെ അടയാളമായിരുന്നു. നിയമവാഴ്ചയ്ക്ക് മുന്നിൽ അവകാശ പ്രകടനങ്ങളോ അവകാശ പത്രികകളോ അവകാശവാദങ്ങളോ അവർക്കില്ല. സമൂഹത്തിൽ എടുത്തു പറയാൻ തക്കവണ്ണം സ്വന്തമായ കഴിവോ സ്ഥാനമോ ഒന്നുമില്ലാത്ത ശിശുക്കളെപ്പോലുള്ളവർക്ക് ചെയ്യാവുന്ന ശുശ്രൂഷയാണ് ഒരുവനെ ഉന്നതിയിൽ എത്തിക്കുന്നത്. നമ്മുടെ ശുശ്രൂഷകൾ പലപ്പോഴും ഭാരമായി അനുഭവപ്പെടാറുണ്ടെങ്കിൽ നാം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നതായി വരും. ഭൂരിഭാഗം വരുന്ന സമൂഹം സ്ഥാനമാനങ്ങളെ ഇഷ്ടപ്പെടുന്നവരും അധികാര കസേരകളിൽ നീണാൽ വാഴാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അവിടെയാണ് ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ ചൂണ്ടിക്കാട്ടേണ്ടതും മാതൃകയായി ഉൾക്കൊള്ളേണ്ടതും. യജമാനൻ്റെ അല്ല, പിന്നെയോ ദാസൻ്റെ രൂപം സ്വീകരിക്കുവാനും ഗുരു എന്നതിനേക്കാൾ ഉപരി സ്നേഹിതൻ എന്ന് വിളിക്കാനും നമ്മെ പഠിപ്പിച്ചവൻ നമുക്ക് നൽകുന്ന മാതൃക ശിശുക്കളെപ്പോലെ ആകുവാനാണ്. പലപ്പോഴും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ മനോഭാവത്തോടു കൂടിയാണ് നാം ജീവിക്കുന്നത്. നാം ഒന്നുമല്ലാതിരിക്കെ, എല്ലാം ദൈവത്തിൻ്റെ മാത്രം ദാനമായിരിക്കെ, എന്നാൽ നാം എന്തൊക്കെയാണ് എന്ന് പെരുപ്പിച്ച് കാട്ടുന്ന മനോഭാവത്തെ ക്രിസ്തു എപ്പോഴും പുച്ഛഭാവത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. തൻ്റെ ഇടതും വലതും സ്വർഗരാജ്യത്തിൽ ഉപവിഷ്ടരാകാൻ ആഗ്രഹിച്ച സെബദീപുത്രന്മാരോടും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ച് യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചേർന്ന ധനികനായ യുവാവിനോടും ക്രിസ്തു വിളമ്പിയത് സ്നേഹത്തിൻ്റെയും തന്നെ താഴ്ത്തുന്നതിൻ്റെയും ചില കുറുക്കുവഴികളാണ്. പണം കൊണ്ട് എന്തും നേടാം എന്ന മിഥ്യാധാരണയിൽ കഴിയുന്ന സമകാലിക ലോകത്തിന് ഏറ്റവും കനത്ത തിരിച്ചടിയാണ് സ്നേഹം കൊണ്ട് എന്തും കീഴടക്കാം എന്ന ക്രിസ്തു മാതൃക. അതിന് നമുക്ക് മുന്നിൽ വച്ചു നീട്ടുന്നത് ശിശുക്കളെപ്പോലെ ആകുവാൻ ശ്രമിക്കേണ്ടതിൻ്റെ ആവശ്യകത. നിസ്സാരരായി ജീവിക്കാൻ നമുക്ക് പെട്ടെന്ന് സാധിച്ചു എന്ന് വരില്ല. എന്നാൽ ഈ ജീവിതം ഇവിടെ അവസാനിക്കും. ഈ ലോകം കയറിയിരിക്കാനുള്ള ഒരു വഴിയമ്പലം മാത്രം. ശരീരത്തിന് വേണ്ടി അധ്വാനിക്കാതെ ആത്മാവിന് വേണ്ടി അധ്വാനിക്കാനായി എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ചെറുതാകാൻ നമുക്ക് ശ്രമിക്കാം. കാരണം ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് എന്ത് പ്രയോജനം? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.